ഹായ് ഹലോ എല്ലാവർക്കും എസ് എ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. ഞാൻ റെഡ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്കൊരു സർക്കിൾ വരച്ചെടുക്കണം. ഞാൻ സർക്കിൾ വരയ്ക്കുന്നുണ്ട്. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാനിങ്ങനെ സർക്കിൾ വരച്ചെടുത്തിട്ടുണ്ട്. സർക്കിൾ വരച്ചെടുത്ത് നമുക്കൊരു 6 പീസാണ് വേണ്ടത്. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി അതിങ്ങനെ മടക്കാം കേട്ടോ. ഈ മടക്കം നിങ്ങൾ കണ്ട് ശീലമായിട്ടുണ്ടാവും അല്ലേ. ഒരുവിധം എല്ലാ പൂവിനും ഇങ്ങനെ തന്നെ മടക്കാം. അതുകൊണ്ടാണ്. ഇനി അതിങ്ങനെ കോണായിട്ട് കുഞ്ഞു ഇതാക്കി കട്ടെടുക്കുക. എത്രത്തോളം നമ്മൾ കുഞ്ഞിതാക്കി കട്ട് ചെയ്യണോ അത്രത്തോളം ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനിതങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം അതിൻ്റെ ഓരോന്നിൻ്റെ ആ കട്ട് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ അത് കൂടെ വീണ്ടും കട്ട് ചെയ്യുക. എന്നിട്ട് നിവർത്തി നോക്കാം. എവിടെയെങ്കിലുമൊക്കെ മുറിയാത്തുണ്ടെങ്കിൽ അതൊക്കെ മുറിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മൾ സെൻറ്ററിൽ കൂടെ ഒന്ന് കട്ടിട്ട് കൊടുക്കുക. അതെന്താ വെച്ചാൽ ഇങ്ങനെ സ്പ്ലിറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിങ്ങനെ ചീകി കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവറിനൊരു ഒറിജിനാലിറ്റി വരാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, അതിൻ്റെ ഇതളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി അങ്ങനെ ചുരുട്ടിയെടുത്ത് ഒട്ടിക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒട്ടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു യെല്ലോ ഷീറ്റ് എടുക്കുക. വീണ്ടും മറിഞ്ചാൻ വെട്ട് തന്നെ വെട്ടുക, ചീവ, പശ തേക്കുക, ഒട്ടിക്കുക. അതാണല്ലോ നമ്മുടെ പരിപാടി. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് ചുരുട്ടി എടുക്കുക. അത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ അതങ്ങനെ ചുരുട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ പൂവിൻ്റെ നടുക്കിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ പശ തേക്കുക അല്ലെങ്കിൽ പൂവിൻ്റെ സെൻറ്ററിൽ പശ വെച്ചിട്ട് വെക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. ഇനി നമ്മൾ വീണ്ടും ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് അതിങ്ങനെ അറഞ്ചാൻ വെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു ഈർക്കലാണ്. ഒരു ഈർക്കലി നമ്മൾ എടുത്ത് വയ്ക്കുക. ഇല്ല, ഈ പേപ്പറിൽ ഇങ്ങനെ പശ തേക്കുക. എന്നിട്ട് ഈർക്കലിലേക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഇങ്ങനെ ചുറ്റി വെട്ടിയിട്ട് ഇങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ, വേറൊരു പൂവിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ പൂവിന് വേണ്ടിയിട്ടല്ല, നമുക്കൊരു ഇലയുടെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് നമുക്ക് ഫൈനൽ ലുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. എക്സ്ട്രാ വരുന്ന ഈർക്കലിൻ്റെ പൊട്ട് ഞാൻ പൊട്ടിച്ച് കളഞ്ഞു. നമുക്കിതിലേക്ക് ഓരോ പൂവായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെൻറ്ററത്തെ പൂവ് ഈർക്കലേക്ക് കുത്തി വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി സേഫ്. അങ്ങനെ വയ്ക്കുക. ഓരോ പൂവായിട്ട് പശ തേച്ചിട്ട് ഇതിനിങ്ങനെ അപ്പുറമായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ഫെവിക്കോളല്ലേ ഒട്ടാൻ കുറച്ച് കുറച്ച് നേരം പിടിക്കിട്ടാ ഒട്ടി കിട്ടണമെങ്കിൽ. അപ്പോൾ ഇത് വീണ് പോകണ കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട. അതൊന്ന് ഉണങ്ങി ഒട്ടി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ലുക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവരും കാണുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.